95 മണ്ഡലങ്ങളിലേക്കുള്ള രണ്ടാം ഘട്ട വോട്ടെടുപ്പിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പുരോഗമിക്കുമ്പോൾ ആദ്യ മണിക്കൂറിൽ ഭേദപ്പെട്ട പോളിംഗ് ആയിരുന്നു. അതേസമയം മഹാരാഷ്ട്രയിൽ പോളിംഗ് മന്ദഗതിയിലെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. പശ്ചിമ ബംഗാളിൽ CPM സ്ഥാനാർത്ഥി മുഹമ്മദ് സലീമിന്റെ വാഹനത്തിനു നേരെ ആക്രമണമുണ്ടായി. ബംഗാളിൽ പലയിടത്തും സംഘർഷം തുടരുന്നു എന്നുള്ളതാണ് പുറത്തുവരുന്ന വാർത്തകൾ. ആദ്യഘട്ടത്തിലെ പോലെ രണ്ടാം ഘട്ട വോട്ടെടുപ്പിലും വലിയ ആക്രമണങ്ങളാണ് പശ്ചിമ ബംഗാളിൽ ഉണ്ടായത്. റായ്ഗഞ്ച് മണ്ഡലത്തിൽ CPM സ്ഥാനാർത്ഥിയായ മുഹമ്മദ് സലീമിന്റെ വാഹന വ്യൂഹത്തിന് നേരെ അക്രമി സംഘം വെടിയുതിർക്കുകയായിരുന്നു. തന്നെ വധിക്കാനുള്ള തൃണമൂൽ കോൺഗ്രസ് ശ്രമമാണ് ഇതെന്ന് മുഹമ്മദ് സലീം ആരോപിക്കുന്നുമുണ്ട്. റായ്ഗഞ്ചിൽ പലയിടത്തും തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർ ബൂത്തുകൾ പിടിക്കുന്നതായി BJPയും ആരോപിച്ചു. പോളിംഗ് പുരോഗമിക്കുന്നതിനിടെ ഡാർജിലിംഗിൽ BJP തൃണമൂൽ പ്രവർത്തകർ ഏറ്റുമുട്ടി എന്നുള്ളതാണ് മറ്റൊരു വാർത്ത. വ്യാപക അക്രമങ്ങൾക്കിടയിലും ബംഗാളിൽ വോട്ടെടുപ്പ് നടക്കുന്ന മറ്റ് മണ്ഡലങ്ങളിൽ 3 മണ്ഡലങ്ങളിലും കനത്ത പോളിംഗ് ആണ് ഉണ്ടായിരിക്കുന്നത്. ബീഹാർ, ഛത്തീസ്ഗഡ് സംസ്ഥാനങ്ങളിലും ആദ്യ മണിക്കൂറിൽ പോളിംഗ് ഭേദപ്പെട്ട നിലയിലായിരുന്നു. ഇപ്പോൾ വോട്ടെടുപ്പ് പുരോഗമിക്കുമ്പോൾ വളരെ കനത്ത സുരക്ഷാ ക്രമീകരണങ്ങൾ തന്നെയാണ് ഇപ്പോഴും വടക്കേ ഇന്ത്യയിലുള്ളത്. 2014-ൽ BJPക്കൊപ്പം നിന്ന UPയിലെ 8 മണ്ഡലങ്ങളിൽ കടുത്ത മത്സരത്തിന്റെ സൂചനകളാണ് പോളിംഗ് ബൂത്തുകളിൽ കാണാനായത്. ഹേമമാലിനി മത്സരിക്കുന്ന മധുരയിലടക്കം വോട്ടർമാരുടെ വലിയ നിര രാവിലെ മുതൽ കാണാമായിരുന്നു. 2014-ൽ കണ്ട ആവേശം മഹാരാഷ്ട്രയിലെ വോട്ട് ശതമാനത്തിൽ രണ്ടാം ഘട്ടത്തിൽ കാണാനില്ലെന്നുള്ള വാർത്തകളും പുറത്തുവരികയാണ്. വോട്ടെടുപ്പ് നടക്കുന്ന 10 മണ്ഡലങ്ങളിൽ ഉച്ചവരെയുള്ള കണക്കനുസരിച്ച് വോട്ട് ചെയ്തവർ 25 മുതൽ 30% വരെ പേർ മാത്രമാണ്. അശോക് ചവാൻ, സുശീൽ കുമാർ ഷിൻഡെ, പ്രീതം മുണ്ടെ എന്നിവർ ഈ ഘട്ടത്തിലെ പ്രമുഖ സ്ഥാനാർത്ഥികളാണ്. ബീഡ് മണ്ഡലത്തിൽ വോട്ടിംഗ് യന്ത്രങ്ങൾ തകരാറിലായത് പലയിടത്തും വോട്ടെടുപ്പ് വൈകിപ്പിച്ചു. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ 6 മണ്ഡലങ്ങളിലും ലോക്സഭയ്ക്കൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒഡീഷയിലെ മണ്ഡലങ്ങളിലും കനത്ത പോളിംഗ് ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മുഖ്യമന്ത്രി നവീൻ പട്നായിക് മത്സരിക്കുന്ന 2 നിയമസഭാ സീറ്റിലും ഈ ഘട്ടത്തിൽ ജനങ്ങൾ വിധിയെഴുതുന്നുണ്ട്. ഏതായാലും ഒന്നാം ഘട്ടത്തിൽ വലിയ ആത്മവിശ്വാസത്തിലാണ് BJP. രണ്ടാം ഘട്ടവും തങ്ങൾക്ക് അനുകൂലമാകും. ഉത്തരേന്ത്യയിൽ താമര വിരിയുമെന്ന് തന്നെയാണ് BJP പ്രവർത്തകർ കണക്ക് കൂട്ടുന്നത്. എന്നാൽ രാഹുൽ ഇത്തവണ ഉണ്ടാക്കിയ തരംഗം, പ്രിയങ്കയുടെ ആവേശമൊക്കെ വോട്ടായി പ്രതിഫലിക്കുമെന്നാണ് കോൺഗ്രസ് ക്യാമ്പുകൾ കണക്ക് കൂട്ടുന്നത്. ഏതായാലും 2 മുന്നണികൾക്കും അഭിമാന പോരാട്ടമാണ്. ഒപ്പം തൃണമൂൽ കോൺഗ്രസും നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒഡീഷയിലെ നിലവിലെ ഭരണകക്ഷിയും പ്രതിപക്ഷ കക്ഷികളുമെല്ലാം വലിയ പ്രതീക്ഷയിൽ തന്നെയാണുള്ളത്. ഏതായാലും ഉത്തരേന്ത്യയിൽ താമരക്കാലമായിരിക്കുമോ എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. 95 മണ്ഡലങ്ങളിലേക്കുള്ള രണ്ടാം ഘട്ട വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ്. അനിഷ്ട സംഭവങ്ങൾ ചെറുതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിലവിൽ സ്ഥിതിഗതികൾ ശാന്തമാണ്. ഇനി വരാനുള്ള മണിക്കൂറുകൾ നിർണായകവുമാണ്.